ജി സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല. അതേസമയം നാട്ടികയിൽ CPI വിട്ടുവന്ന CC മുകുന്ദനെ കോൺഗ്രസ് പിന്തുണയ്ക്കുമില്ല. പകരം കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നതാണ് സാഹചര്യം. ഇതിൽ ഏറ്റവും പ്രധാനം അമ്പലപ്പുഴ തന്നെയാണ്. കാരണം അമ്പലപ്പുഴയിലെ നീക്കം നിർണായകം തന്നെയാണ്. ശരണ്യ സഹജൻ ചേർന്നു. ശരണ്യ, ജി സുധാകരൻ UDF സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഖം. അങ്ങനെയെങ്കിൽ സജീവ ശ്രദ്ധ അമ്പലപ്പുഴയിലേക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അനുനയ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് CPM മുന്നോട്ട് പോകുന്നു. ജി സുധാകരനും തുടർ നീക്കത്തിലേക്കാണ്. അപ്പോൾ ശരണ്യ, ഇനിയും കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടുന്നതോടെ ഇരുവരും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ, അതിൽ ജി സുധാകരൻ്റെ പ്രതികരണം, കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കണം. എന്താണ് അമ്പലപ്പുഴയിൽ സംഭവിക്കുന്നത്? സജിത്ത്, ഇന്നിപ്പോൾ UDFന്റെ തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജി സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. കാരണം തുടക്കം മുതൽ തന്നെ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടായിരുന്നു UDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തിയത്. ഒരു ഘട്ടത്തിൽ ലിജു ആണ് അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ ടേം ലിജു ആണ് മത്സരിച്ചത്. ലിജു ആണ് മത്സരിക്കുന്നതെന്ന് ഉള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് ലിജു അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ജി സുധാകരന്റെ വിഷയം രൂക്ഷമായതോടുകൂടി സ്ഥാനാർത്ഥി നിർണയ പട്ടികയിലെ ചർച്ചകൾ വന്ന ഘട്ടത്തിൽ അമ്പലപ്പുഴ ഒഴിച്ചിട്ടായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം തന്നെ താൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ലെന്നും പൊതുസ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു. പക്ഷേ UDF പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരത്തിൽ ഉള്ള ഇപ്പോൾ നിലവിലത്തെ ആലോചനകൾ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അമ്പലപ്പുഴയിൽ UDF സുധാകരനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അമ്പലപ്പുഴയിൽ അത്തരത്തിൽ UDFന്റെ പിന്തുണയോടുകൂടി ജി സുധാകരൻ വരുമ്പോൾ തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമായിരിക്കും അമ്പലപ്പുഴ എന്നുള്ളതാണ്. കാരണം CPMനെ സംബന്ധിച്ച് CPMന്റെ മുഖമായിരുന്ന ജി സുധാകരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും CPMന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളടക്കം പങ്കെടുത്തിരുന്ന ജി സുധാകരൻ ഇന്ന് മറ്റൊരാളായി ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ UDF പിന്തുണയിൽ ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് CPMന്റെ കോട്ടയായ ആലപ്പുഴയിൽ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് പല ഘട്ടങ്ങളിലും തലവേദന സൃഷ്ടിക്കാവുന്ന കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യം നമുക്ക് സംശയം ലേശമന്യേ പറയാൻ കഴിയും. എന്തായാലും അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് അമ്പലപ്പുഴ എത്തുന്നു. അത് നമുക്ക് നിലവിൽ നേരത്തെ കിട്ടിയ വോട്ടുകൾ 11,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ടേം അമ്പലപ്പുഴയിൽ നിന്നും സലാം മത്സരിച്ചിട്ടുള്ളത്. ആ നിലവിലത്തെ ഒരു സാഹചര്യം അല്ല രാഷ്ട്രീയപരമായി UDFനും LDFനും ഒരേപോലെ എഡ്ജ് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് നമുക്ക് പല സർവേകളും ഒപ്പത്തോടൊപ്പം നിൽക്കുന്നത്. അതായത് രണ്ടു കൂട്ടർക്കും ജീവൻ മരണ പോരാട്ടമായ ഒരു തെരഞ്ഞെടുപ്പാണ് അമ്പലപ്പുഴയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ പോരിലേക്ക് അമ്പലപ്പുഴ നീങ്ങുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കൃത്യമായ രാഷ്ട്രീയ പോരിലേക്ക് മാറുന്ന ഇടമായി അമ്പലപ്പുഴ മാറുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണ വരുന്നു എന്നതാണ് സാഹചര്യം. ശരണ്യ, ഒരു കാര്യം കൂടി, സുധാകരനുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയം നടന്നു കാണണം. അതുകൊണ്ടുകൂടിയാണല്ലോ ഇപ്പോൾ ഒരു തീരുമാനമായി കോൺഗ്രസ് ഇത് ഇറങ്ങുന്നത്. എന്തായാലും അവരുടെ ഔദ്യോഗിക പ്രതികരണം ഡൽഹിയിൽ നിന്നോ കേരളത്തിലോ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. സുധാകരൻ ഇതുവരെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ, അദ്ദേഹം സ്വതന്ത്ര മുഖമാണെന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടുമെങ്കിൽ കൂടിയും എന്താണ് കോൺഗ്രസ് അവിടെ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം? അമ്പലപ്പുഴ പൊതുവിലൊരു ഇടതുപക്ഷാനുകൂല ഇടമാണ്. അവിടെ കോൺഗ്രസ് സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ചാൽ അവിടെ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? സജിത്ത്, അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴ ഒരു ഇടത് കോട്ടയായി നിന്നിരുന്ന ഒരു മണ്ഡലമല്ലായിരുന്നു. മറിച്ച് അവിടെ UDFനും കൃത്യമായ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ 2006 ശേഷം ജി സുധാകരൻ നേരത്തെ അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഉൾപ്പെടെ പരാജയം അനുഭവിച്ച ഒരു മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. അപ്പോൾ ആ രീതിയിലുള്ള പല മത്സരങ്ങൾക്കും പല രീതിയിൽ അവിടെ അമ്പലപ്പുഴ റിസൾട്ട് നൽകിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. അവിടെ തുടർച്ചയായി LDFന് ഒരു വിജയത്തിലേക്ക് എത്താൻ തുടങ്ങിയത് ആലപ്പുഴയും അമ്പലപ്പുഴ
ആലപ്പുഴയും ജി സുധാകരനും തോമസ് ഐസക്കും ഇവർ രണ്ടുപേരും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രധാനപ്പെട്ട മുഖങ്ങളായിരുന്നു. അങ്ങനെ ഒരു മത്സരത്തിലേക്ക് വരികയും പടിപടിയായാണ് സുധാകരൻ അമ്പലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വോട്ട് അല്ലെങ്കിൽ അവിടെ കിട്ടിയ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ 3 ടേമുകളായി അവിടെ നിലനിന്ന് പോകുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെയാണ് സുധാകരനെ തന്നെ മറ്റൊരു ആയുധമായി ഇറക്കി അവിടെ ആ അമ്പലപ്പുഴ പിടിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും തന്നെ പിന്തുണയ്ക്കാം എന്ന് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അതിൽ അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞു പോയെങ്കിൽ ഇപ്പോൾ ഇതാ കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് വരുന്നു. UDFന്റെ കൂടെ ഒരു പിന്തുണയിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം, പ്രത്യേകിച്ച് ജി സുധാകരൻ മത്സരിക്കുന്ന ഘട്ടത്തിലായിരുന്നു അങ്ങനെ ഭൂരിപക്ഷത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഒരു എഫക്റ്റ് കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേക്ക് വരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ഒരു കണക്ക് നമ്മൾ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയും ഒപ്പം തന്നെ കണക്കുകളും വെച്ച് നോക്കുകയാണെങ്കിൽ UDF ഉദ്ദേശിക്കുന്നത് ജി സുധാകരൻ ഒരുപക്ഷെ ഒരു ടേം കൂടി മത്സരിച്ചേക്കാം, ഈ ടേമിൽ മത്സരിച്ച് വിജയിച്ചേക്കാം എങ്കിൽ പോലും അടുത്ത ടൈം UDFന് ആ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. UDFന് പഴയ പ്രതാപം അമ്പലപ്പുഴയിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അത്തരം ആലോചനകൾ ഇതിനകത്തുണ്ട്. ശരി, അതാണ് ശരണ്യ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ജി സുധാകരൻ പാർട്ടിയുടെ അണികളെ ഒന്നും ചോർത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതയില്ല. UDFും കോൺഗ്രസും അങ്ങനെ കരുതുന്നുണ്ടാവില്ല. പക്ഷേ മറിച്ച് സുധാകരൻ വരുന്നതോടുകൂടി ലഭിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ പ്ലസ് കോൺഗ്രസ് വോട്ടുകൾ, UDF വോട്ടുകൾ, ഇതാവാം UDFന്റെ ഒരു കണക്കെടുപ്പിൽ അവർ മുഖ്യമായി കാണുന്നത്. അപ്പോൾ അമ്പലപ്പുഴ ഇത്തവണ നിർണായകമാവുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, കോൺഗ്രസിന്റെ തീരുമാനത്തിൽ ഇന്ന് ശ്രദ്ധേയമാവുന്നത് നാട്ടിക മണ്ഡലമാണ്. CC മുകുന്ദൻ, അദ്ദേഹം വിമത ശബ്ദമായി CPL സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ പാർട്ടി വിട്ടു, ഒടുവിൽ പാർട്ടി പുറത്താക്കി. ഇതായിരുന്നു സാഹചര്യം. പക്ഷേ മുകുന്ദന് പിന്തുണയില്ല. CC മുകുന്ദനെ കോൺഗ്രസ് കൈവിട്ടു. മുകുന്ദൻ പിന്തുണ തേടി വലിയ രീതിയിൽ നീക്കം നടത്തി. കോൺഗ്രസ് നേതാക്കളെ പലവട്ടം കണ്ടു. മുകുന്ദന് അനുകൂലമായ പ്രസ്താവന പല നേതാക്കളും നടത്തിയതാണ്. പക്ഷേ അവിടെ CC മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകും. കാരണം നാട്ടിക സീറ്റ് ലക്ഷ്യം വെക്കുന്ന ഒരു പിടി നേതാക്കളുണ്ട്. അവരെ കൈവിട്ടുകൊണ്ട് മുകുന്ദനെ ചേർത്ത് പിടിക്കുന്നില്ല. ഇതാണ് തീരുമാനം. അതോടുകൂടി കോൺഗ്രസ് അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തും. അങ്ങനെയെങ്കിൽ മുകുന്ദൻ്റെ കാര്യം കഷ്ടത്തിലാവും. പകരം മുകുന്ദൻ എന്തെങ്കിലും പരിഗണന UDFും കോൺഗ്രസും കൊടുക്കുമോ എന്നതും കണ്ടറിയണം. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുകയാണ്. എന്തായാലും ഈ പ്രഖ്യാപനം, ഈ നിലപാടുകളൊക്കെ കോൺഗ്രസിൽ നിന്നും ഔദ്യോഗികമായി കൂടി വരേണ്ടതുണ്ട്. നമുക്ക് ഡൽഹിയിലെ നേതാക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കാം. വരുന്ന മണിക്കൂറുകളിൽ അതുണ്ടാകുമെന്ന് കരുതാം. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വരുമ്പോൾ 86 മണ്ഡലങ്ങളിലാണ് CPM ഇത്തവണ മത്സരിക്കുന്നത്. ഇതിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന 75 പേരുടെയും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന 6 പേരുടെയും പേരുകളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ശേഷിക്കുന്ന 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങളെന്ന് നോക്കാം. നോക്കൂ, പാലക്കാട്, തിരൂർ, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, ഇങ്ങനെ പോകും. അതായത് പ്രഖ്യാപിക്കുന്ന സീറ്റുകൾ ഇതാണ്: പാലക്കാട്, തിരൂർ, ഒപ്പം കോട്ടക്കൽ, കൊടുവള്ളി, കൊണ്ടോട്ടി. ഇതിൽ കോട്ടയ്ക്കൽ സീറ്റ് കഴിഞ്ഞ തവണ NCP മത്സരിച്ചതാണ്. പക്ഷേ ഇത്തവണ ആ സീറ്റ് CPM ഏറ്റെടുക്കുകയാണ്. പകരം അവർക്ക് മലപ്പുറം നൽകും. ഇതാണ് സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 5 ഇടങ്ങൾ: പാലക്കാട്, തിരൂർ, കൊടുവള്ളി, കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി